അങ്ങനെ ഈ വർഷത്തെ വെക്കേഷൻ അവസാനിച്ച് നമ്മുടെ മക്കളെല്ലാവരും സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കുമല്ലേ. ഇന്ന് ഞങ്ങൾ ബുക്സും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. പോയി വരുന്ന വഴിക്കൊരു ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ബുക്സൊക്കെ മേടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് കരുതിയായിരുന്നു. ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് അത് മേടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. പല പല തരത്തിലുള്ള ഓരോരോ ഐറ്റംസുകൾ പുതിയതായിട്ട് നമ്മൾ ഈ എന്താ പറയുക വിഷുവിനൊക്കെ പടക്കം മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓരോരോ പുതിയ പുതിയ ഐറ്റംസുകൾ കാണില്ലേ, അതുമാതിരിയുള്ള കാര്യങ്ങളായിരുന്നു. ഹൈലൈറ്ററൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെന്തോ കളിക്കുന്ന ബൊമ്മക്കുട്ടീൻ്റെ പോലെ ഇരിക്കുന്ന ഹൈലൈറ്ററുകളൊക്കെയാണ്. എന്തുമാത്രം ഐറ്റംസുകളായിരുന്നു എന്നറിയോ. എന്തോ ഒരു എന്താ പറയുക, നമ്മൾ ടോയ്സ് സെക്ഷനിലേക്ക് പോയ പോലെയായിരുന്നു ബുക്സ് മേടിക്കുന്ന ഷോപ്പിലോട്ട് ചെന്നപ്പോൾ. എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മളവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അധികം ഐറ്റംസുകളൊന്നും നമുക്ക് മേടിക്കാനുണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് ലിസ്റ്റ് തന്നായിരുന്നു എത്ര ബുക്സ് വേണമെന്നുള്ളത്. അപ്പോൾ അതിപ്രകാരമുള്ള ബുക്സുകൾ മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ വന്ന പാടെ ബുക്സൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തു വെക്കാൻ നോക്കി കേട്ടോ. ഞാൻ ബുക്സൊക്കെ പൊതിയുമ്പോഴത്തേനും അക്കു എഴുന്നേറ്റ് വന്ന് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു കേട്ടോ. അങ്ങനെ അക്കുവിൻ്റെ സ്കൂൾ ഒരുക്കങ്ങൾ ഒരുവിധം പൂർത്തിയാക്കി അവൻ്റെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.